ഹലോ എവരിബഡി, ഞാൻ ഇന്നൊരു മെഴുക്കുവരട്ടിയാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ സാധാരണയുള്ള മെഴുക്കുവരട്ടി. അതിനായിട്ട് ഞാൻ ചേന, ഒരു കഷ്ണം ചേന, ഏകദേശം ഒരു 100 ഗ്രാം ഉണ്ട്, 100-150 ഗ്രാം ഉണ്ട്. അത് ചെറിയ കഷ്ണങ്ങളായിട്ട് ചെത്തി വെള്ളത്തിലിട്ടിരിക്കുക. ഈ ഒരു കൊച്ചു കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഈ വെള്ളത്തിൽ തന്നെ വേവിക്കുന്നത്. ചേനയപ്പം കഷ്ണമാക്കി കഴിഞ്ഞാൽ പിന്നെ കറുത്തു പോകുന്നത് കൊണ്ട് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നു. പിന്നെ ഒരു 5-6 ബീൻസ് ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 2 കായ, ഇത് മോന്തങ്കായാണ്, പച്ചക്കായ, എന്ത് കായ വേണേലും എടുക്കും. പിന്നെ ഒരു വലിയ ക്യാരറ്റ്, പിന്നെ അച്ചിങ്ങാപ്പയറില്ല, അച്ചിങ്ങാപ്പയറും ഇടാം. പിന്നെ ഒരു 3 പച്ചമുളക് ചെറുതായിട്ട് കീറി വെച്ചിട്ടുണ്ട്. ഇത്രയാണ് ഇതിന് വേണ്ട സാധനം. ആദ്യം നമുക്ക് ചേന വേവിക്കാം. ചേനയ്ക്ക് വേവ് കൂടുതലാണല്ലോ, അപ്പം ചേന ഒരിച്ചിരി വെന്ത് വരുമ്പോഴേ നമ്മൾ ഈ ബാക്കി കഷ്ണം ഇതിലോട്ട് ഇടത്തുള്ളൂ. അപ്പോൾ ചേന ഞാൻ വേഗം വെച്ചു. അതിലോട്ടൊരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു, 1 സ്പൂൺ മുളക് പൊടി ഇട്ടു. നമ്മുടെ ചേന കുറച്ച് വെന്തിട്ടുണ്ട്. അപ്പോൾ ആ സമയം നമുക്ക് ഈ ബാക്കിയെല്ലാം കൂടെ, ഇനി വെള്ളം ചേർക്കേണ്ട, ഈ വെള്ളത്തിൽ തന്നെ ഇതങ്ങ് വെന്ത് വരും. കായ്ക്കൊന്നും പിന്നെ അധികം വേഗം. ചില ചേന വേഗം വേഗം കേട്ടോ, അപ്പം നമ്മൾ കെയർഫുള്ളായിരിക്കണം. അപ്പോൾ തന്നെ ഒന്നിച്ചിട്ടാൽ പക്ഷെ ശരിയാകത്തില്ല. അതുപോലെ നല്ലപോലെ എല്ലാ കഷ്ണങ്ങളും വെന്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിൽ ഉപ്പിടുക. ഇത്ര ഉപ്പും മതിയാകും. വെളിച്ചെണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഞാനപ്പോൾ ഈ വേവിച്ചത് മുഴുവനും ഒന്നും എടുക്കുന്നില്ല, ഇതിൽ ഒരു 1/4 ഭാഗമേ എടുക്കുന്നുള്ളൂ. ബാക്കി നല്ല എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഫ്രിഡ്ജിൽ വയ്ക്കും. അപ്പോൾ വേറെ 2 ദിവസങ്ങളിൽ നമുക്ക് ഇതെടുക്കാം. അപ്പോൾ അങ്ങനെ ജോലിക്ക് വളരെ എളുപ്പമുണ്ട് ഇങ്ങനെ നിങ്ങൾ വേവിച്ച് വെച്ചാൽ. അപ്പോൾ ഇതിൽ കുറച്ച് ഞാനെടുത്ത് മൊരിക്കുകയാണ്, നമ്മുടെ മെഴുക്കുവരട്ടിയാക്കുവാണ്. എണ്ണ എൻ്റെ ചൂടായി. അപ്പം ഞാൻ തീ വളരെ കുറച്ചിട്ടിരിക്കുകയാണ്, എന്നാലേ ഇത് മൊരിഞ്ഞ് കിട്ടത്തുള്ളൂ. അപ്പം നമ്മൾ ഒരു വശം മൊരിയുമ്പോഴേ പതുക്കെ ഉടഞ്ഞു പോകും, അല്ലെങ്കിൽ കഷ്ണമൊക്കെ. നമ്മൾ നല്ല അടുപ്പിലൊക്കെ ആണെങ്കിൽ നമുക്ക് കനലിൽ കിടന്ന് ഇതാവും. പക്ഷേ ഇതിൽ നമ്മളിങ്ങനെ പതുക്കെ ഗ്യാസിൽ പറ്റത്തുള്ളൂ മൊരിച്ചെടുക്കാൻ. അങ്ങനെ സ്വല്പം നേരം കൊണ്ട് നമുക്ക് മൊരിച്ചെടുക്കാം ഫുള്ള്. നമ്മുടെ മെഴുക്കുവരട്ടിയൊക്കെ വേഗം റെഡി ആയിട്ടുണ്ട്. ഒരു പ്രാവശ്യം എല്ലാം അരിഞ്ഞു വെച്ചപ്പോൾ എനിക്ക് 2 ദിവസത്തേക്കും കൂടെ ഉള്ള മെഴുക്കുവരട്ടിയുടെ വേവിച്ചതും ഇരിപ്പുണ്ട്. അപ്പം വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാവുന്നതുമാണ്, വളരെ സ്വാദിഷ്ടവുമാണിത്. നല്ല പുളിശ്ശേരിയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഈ മെഴുക്കുവരട്ടി ഉഗ്രനാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ തരിക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.